بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يتفكروا في أنفسهم ما خلق الله السماوات السبع والأرض وما بينهما إلا بالحق وأجل مسمى وإن كثيرا من الناس بلقاء ربهم لكافرون. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم كانوا أشد منهم قوة وأثاروا الأرض وعمروها أكثر مما عمروها وجاءتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും സർവജ്ഞനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ജീവിതത്തെ ഗൗരവത്തോടുകൂടി സമീപിക്കേണ്ടവരാണ് മുസ്ലിങ്ങളായ നമ്മൾ ഓരോരുത്തരും. കൗതുകം തോന്നുന്നതിന്റെ പിന്നാലെയെല്ലാം ഓടിപ്പോവുകയും ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നു പോവുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി നമ്മെ ഉണർത്തുന്നുണ്ട്. മനുഷ്യരായ എല്ലാവരും തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കണമെന്നും ആ ലക്ഷ്യം നേടാനുള്ള നിരന്തരമായ ത്യാഗങ്ങളും പരിശ്രമങ്ങളും അധ്വാനങ്ങളും അവൻ നടത്തിക്കൊണ്ടിരിക്കണമെന്നും ഖുർആൻ മൊത്തത്തിലായി നമ്മെ ഉപദേശിക്കുന്നുണ്ട്. നമുക്കറിയാം, എന്നാൽ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന സമൂഹം ബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്.
ഗൗരവത്തോടുകൂടി ജീവിതത്തെ സമീപിക്കാത്തവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വേട്ടനായയുടെ കഥ പറയാറുണ്ട്. രക്തദാഹിയായ ഒരു വേട്ടനായ ഒരു കലമാന്റെ പിന്നാലെ ആർത്തിയോടുകൂടി ഓടുകയാണ്. ആ ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് ഒരു കുറുക്കൻ പ്രത്യക്ഷപ്പെടുന്നു. കലമാനെ മറന്ന് ആ വേട്ടനായ കുറുക്കന്റെ പിന്നാലെ പോകുന്നു. കൗശലക്കാരനായ കുറുക്കൻ വളഞ്ഞു തിരിഞ്ഞ വഴിയിലൂടെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. ചെന്നായ അതിന്റെ പിന്നാലെ പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു മുയൽ കാട്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ഓട്ടം തുടങ്ങുന്നത്. വേട്ടനായ മുയലിന്റെ പിന്നാലെ പോകുന്നു. പക്ഷേ മുയലിനെ പിടിക്കാൻ കഴിയുന്നില്ല. കാട്ടിലൂടെ ഓടിപ്പോകുന്ന ഒരു എലിയെയാണ് വേട്ടനായ കണ്ടത്. ആ എലിയുടെ പിന്നാലെ വേട്ടനായ ഓടുന്നു. എലി ഒരു മാളത്തിൽ പോയി ഒളിക്കുന്നു. കിതച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ആ വേട്ടനായ മാളത്തിന് പുറത്തിരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇതേപോലെ താൻ എന്തിനെയാണോ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതിന്റെ പിന്നാലെ തന്നെ പോകാതെ ജീവിതത്തിൽ അപ്പപ്പോഴായി പ്രത്യക്ഷപ്പെടുന്ന കൗതുകകരമായ പല കാര്യങ്ങളുടെയും പിന്നാലെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടുകൂടി ഓടുന്നവരാകരുത് മുസ്ലിങ്ങളായ നമ്മൾ എന്ന് പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യം അധികം ആളുകൾക്കും അറിയില്ല. ഖുർആൻ അത് പറയുന്നുണ്ട്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അധിക ജനങ്ങൾക്കും എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നറിയാതെ പോകുന്നവരാണ്. അവർക്കറിയുന്നത് എന്താണ് അതും ഖുർആൻ പറയുന്നുണ്ട്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ. ഭൗതിക ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് തന്നെ കൃത്യമായി അവർക്കറിയില്ല. അവർക്കറിയുന്നത് എന്താണ്? ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ. ഈ ഐഹിക ജീവിതത്തിന്റെ ബാഹ്യമായ കാര്യങ്ങൾ, പ്രത്യക്ഷമായ കാര്യങ്ങൾ, അവരുടെ കൺമുമ്പിൽ വെളിപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്കറിയുന്നുള്ളൂ. എന്നാൽ ശാശ്വതമായി അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള പരലോക ജീവിതത്തെക്കുറിച്ച്, അനന്തമായ ഒരു ജീവിതത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സമയവും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും പരലോക മോക്ഷം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടതെന്നർത്ഥം. എത്രത്തോളം എന്ന് വെച്ചാൽ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും. അതുകൊണ്ട് ഖുർആൻ അത് വിശദീകരിക്കുന്ന സ്ഥലങ്ങളൊക്കെ, ഇടങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഭൗതികമായ ഒരു ലക്ഷ്യവും നിങ്ങൾക്ക് അതിന്റെ പിന്നിൽ ഉണ്ടാകരുതെന്ന് പറയുന്നുണ്ട്. വയുതഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, സാധുക്കൾക്ക് അരി വിതരണം ചെയ്യുന്നത്, നിർധനരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത്, ഞങ്ങൾ കിണർ കുഴിച്ചു കൊടുക്കുന്നത്, അതുപോലെയുള്ള ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നത് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക്, ഒരു പ്രതിഫലം ഒരിക്കലും ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്നാണ്. അങ്ങനെയാകുമ്പോഴേ അത് ഇഹ്സാനാവുകയുള്ളൂ. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞിടത്തൊക്കെ ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒന്ന് ചിരിക്കുകയാണെങ്കിൽ പോലും അതുകൊണ്ട് നിങ്ങൾ ഭൗതികമായ ഒരു കാര്യവും ആഗ്രഹിച്ചു പോകരുതെന്നാണ്. എന്നാലേ നിങ്ങൾക്ക് ആ ചിരിയുടെ കൂലി ഉണ്ടാവുകയുള്ളൂ. നോക്കൂ, നിങ്ങൾ മനുഷ്യർ പലതും ആഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന കാലം. പലരും തങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നടത്തിയിട്ടുള്ള ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ പട്ടികകൾ നിരത്തി വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. മതസംഘടനകൾ
ശരിക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ധർമ്മം, എന്താണ് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനം എന്ന് കൃത്യമായി അവർക്ക് നിർവചിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ ഒരു വോട്ട് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഒരു ആദരവ് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരു നിലക്കും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പരലോക പ്രീതിയാണ്, പടച്ചവന്റെ പൊരുത്തമാണ്. ഈ നിലക്ക് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരു മുസൽമാന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് നമുക്കൊരു ലക്ഷ്യം വേണം. നോക്കൂ നിങ്ങൾ, ഖുർആൻ ഈ ഭൗതിക ജീവിതത്തിന്റെ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് ബോധ്യപ്പെടും ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും ഇന്ന് ലോകത്തിന്റെ മുഴുവൻ കണ്ണും വേൾഡ് കപ്പ് നടക്കുന്ന ഗ്രൗണ്ടിലേക്കാണ്. അതൊരു വിനോദമാണ്. മറ്റു കളികളെ അപേക്ഷിച്ച് പന്ത് കളി തരക്കേടില്ല എന്ന് നമുക്ക് പറയാം. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ചെറുപ്പത്തിൽ പന്ത് കളിക്കുന്നവരായിരിക്കും. ഞാനും എന്റെ ചെറിയ മകൻ ഒരു പന്ത് വാങ്ങിച്ചു കൊടുത്താണ് ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പന്ത് തട്ടാത്ത ഉരുട്ടാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. ക്രിക്കറ്റ് കളിയെ അപേക്ഷിച്ച് പന്തുകളി നല്ലതാണെന്ന് നമുക്ക് പറയാം. അധികം സമയം അതിന്റെ പിന്നാലെ കൂടുന്നില്ലല്ലോ. ക്രിക്കറ്റ് കളി അത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ രാജ്യക്കാർ തന്നെ ഒഴിവാക്കിയിട്ട് നമുക്കത് ഒഴിവാക്കാൻ കഴിയുന്നില്ല. നമ്മളതിന്റെ പിന്നാലെ പോവുകയാണ്. അപ്പൊ കളി ഈ കാലഘട്ടത്തിൽ അത് കളിക്കാൻ പാടില്ല, കളി കാണാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പക്ഷേ കളി തന്നെ കാര്യമായി എടുക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായി നമ്മുടെ കുട്ടികൾക്ക് ഉയരണമെങ്കിൽ, വളരണമെങ്കിൽ അവരുടെ തുടർ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് വരെ കോളങ്ങളുണ്ട്. നിങ്ങളുടെ കുട്ടി പഠനകാലത്ത് നേടിയ കായികമായ മികവ് രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ. അപ്പൊ സ്പോർട്സ് തലങ്ങളിൽ നമ്മുടെ കുട്ടികൾ വളരണം. കായിക രംഗത്ത് നമ്മുടെ കുട്ടികൾ വളരേണ്ടതുണ്ട്. ഗെയിംസിൽ നമ്മുടെ കുട്ടികൾ ഉയരേണ്ടതുണ്ട്. നമ്മൾ ലോകത്തിന്റെ ഒപ്പം തന്നെ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് മത്സരിക്കേണ്ടവരാണ്. ഈ രംഗത്തൊക്കെ നമ്മൾ ഇസ്ലാമികമായ സംസ്കാരം നിലനിർത്തണമെന്നർത്ഥം. എല്ലാ രംഗത്തും നമുക്കറിയാം, നമ്മുടെ കേരളത്തിലൊക്കെ പന്തുകളിക്ക് അതിന്റെ ആവേശം വാനോളം ഉയർന്നുകൊണ്ട് ലോകത്തിൽ കളിക്കിറങ്ങുന്ന എല്ലാ രാജ്യങ്ങളുടെയും പതാകകളും അവരുടെയൊക്കെ തന്നെ ജേഴ്സിയും നമ്മുടെ നാട്ടിലെ കുഗ്രാമങ്ങളിൽ വരെ വളരെ ആവേശത്തോടുകൂടി ആരവത്തോടുകൂടി ആളുകൾ അതിന്റെ പിന്നാലെ കൂടുകയാണ്. ഈ ആവേശം അമിതമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നർത്ഥം. മാത്രമല്ല, ഈ സ്പോർട്സ് താരങ്ങളെയും ഇതുപോലെയുള്ള സ്റ്റാറുകളെയും അവരുടെ കായിക തൽപരതയിലാണ് നമ്മൾ അവരെ അനുകരിക്കേണ്ടത്. മറ്റു കാര്യത്തിൽ നമ്മൾ അനുകരിക്കാൻ പാടില്ല. എന്നാൽ ഈ അനുകരണം, ഈ ആരാധന ഭ്രാന്തമായ നിലയിൽ നമ്മുടെ മക്കൾക്ക്, കുട്ടികൾക്ക് പിടിപെട്ടുകൊണ്ട് അവരുടെ പല സംസ്കാരത്തെയും നമ്മൾ അന്ധമായി അനുകരിക്കുന്ന ഒരു പരിതാപകരമായ അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെയുള്ള ലോക കായിക മേളകൾ നടക്കുന്നിടത്തെല്ലാം കായികമായ കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്നത് എന്ന് നമുക്കറിയാം. പല വൃത്തികേടുകളും അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചു കൊച്ചു കുട്ടികൾക്ക് വരെ ലോകത്ത് പന്ത് കളിക്കാൻ ഇറങ്ങുന്ന വലിയ ഫുട്ബോൾ താരങ്ങളുടെ പേരുകൾ മനഃപ്പാടമാണ്. അവർക്കറിയാം. മെസ്സിയെയും കാക്കയെയും റൂണിയെയും ഒക്കെ അവർക്കറിയാം. കൊച്ചുകുട്ടികളാണത് പറയുന്നത്. മാത്രമല്ല, അവർക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ അർജന്റീന ജയിക്കും, ബ്രസീൽ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാട്ടും പാടി നടക്കുകയാണ്. പക്ഷേ ചില ടീമുകൾ ജയിക്കരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോവുകയാണ്.
അതിന് നേതൃത്വം നൽകുന്ന മറഡോണയെ പോലെയുള്ള ലോകോത്തര കളിക്കാരൻ പറഞ്ഞതെന്താണെന്നോ, എന്റെ ടീം ജയിച്ചാൽ ഞാൻ എന്റെ ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഉടുതുണി ഉരിഞ്ഞു വെച്ചുകൊണ്ട് നഗ്നനായി പട്ടാപ്പകൽ പട്ടണത്തിലൂടെ ഓടുമെന്നാണ്. കുറച്ചെങ്കിലും ഒരു സംസ്കാര ബോധമുള്ള ഒരാള് എന്താണ് സ്വാഭാവികമായും പ്രാർത്ഥിച്ചു പോവുക? ലോകത്തിനു മുമ്പിൽ അദ്ദേഹത്തിന്റെ നഗ്നത പ്രദർശിപ്പിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകണമെന്നോ അത് ഉണ്ടാകരുതേ എന്നോ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പല താരങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ മറ്റുള്ള ആളുകളോട്, റഫറിമാരോടും തന്റെ സഹകളിക്കാരോടും എങ്ങനെയാണ് അവർ തർക്കിക്കുന്നതെന്നും തെറി പറയുന്നതെന്നും വരെ പറഞ്ഞ് പരിശീലിക്കുകയാണ് നമ്മൾ കുട്ടികൾ. ഈ ഒരവസ്ഥയിലേക്ക് കളിയോടുള്ള, കായിക രംഗത്തോടുള്ള, ഗെയിംസിനോടുള്ള ആരാധനാഭാവം ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. മറ്റെല്ലാ രംഗത്തും നമ്മളും വളരേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് കായികമായ കാര്യങ്ങൾ. നമ്മൾ മുന്നിട്ട് നിൽക്കണം എന്ന് തന്നെയാണ്. നമ്മുടെ ആരോഗ്യപരമായ മിഴവിനും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തെ അതിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏതേതൊക്കെ രംഗത്ത് നമുക്ക് മത്സരത്തെ നേരിടേണ്ടി വരുന്നുവോ, മത്സര രംഗങ്ങളിലെല്ലാം നമ്മുടെ സംസ്കാരവും ഇസ്ലാമികമായ നമ്മുടെ ഐഡന്റിറ്റിയും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കണം എല്ലാറ്റിലും നമുക്കുണ്ടാകേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. ജീവിതത്തെ തന്നെ കളിയും ആവേശവുമായി വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഭൗതിക ജീവിതത്തിന്റെ അവസ്ഥ, ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹ് വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറ ഹദീദിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്നത്. നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുവും വസീന. മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നു. വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അങ്ങനെ 5 കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നു. ഭൗതിക ജീവിതം എന്ന് പറഞ്ഞത് കളിയാകുന്നു, ലഹ്വ് വിനോദമാകുന്നു, വസീന അലങ്കാരമാകുന്നു. എല്ലാം ഡെക്കറേറ്റ് ചെയ്യുകയാണ് മനുഷ്യൻ. അലങ്കാരമില്ലാതെ ഒന്നും കാണാനോ സ്വീകരിക്കാനോ പറ്റാത്തൊരവസ്ഥ ഇന്ന് ലോകത്തിനുണ്ട്. എല്ലാം അലങ്കരിക്കണം, എന്നാൽ മാത്രമേ മനുഷ്യൻ അതിനെ ആദരിക്കുകയുള്ളൂ. അലങ്കാരമില്ലാത്തതിനെ ആദരിക്കാത്തൊരവസ്ഥ ഇന്ന് ലോകത്തിന്റെ മുമ്പിലുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യമാണത്. നോക്കൂ നിങ്ങൾ, നമ്മളൊരു ചെറിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും സാധാരണ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള മക്കാനികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനം തന്നെ അതൊരു നഗരപ്രദേശത്തിലുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന് വില കൂടും. എന്തിനാണ് ആ വില? സീനത്തിനാണ് വില. ഗ്രാമപ്രദേശത്ത് നല്ല വെളിച്ചത്തിൽ കഴിക്കുമ്പോൾ നഗരത്തിൽ നിന്ന് ഒരു ഡിം ലൈറ്റിലാണ് അത് കഴിക്കുന്നതെങ്കിൽ അതിന് വില കൂടുകയാണ്. കസേരയൊക്കെ ഒന്ന് മെച്ചപ്പെട്ടതായിരിക്കും. നിങ്ങളുടെ പ്ലേറ്റിൽ ആ വിഭവങ്ങൾ അടുക്കോടുകൂടി അലങ്കരിച്ചു വെച്ചിട്ടുണ്ടാകും. അലങ്കരിക്കാൻ പ്രത്യേകം അതിന് പരിശീലനം കിട്ടിയ ആളുകളുണ്ട്. അത് ഇന്ന് ബിരുദമാണ്, ബിരുദാനന്തര ബിരുദമാണ്. ലോകത്തിന്റെ അവസ്ഥ അതാണ്. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹ്വ്, കളിയും വിനോദവും, വസീന അലങ്കാരവുമാണ്. നമ്മുടെ മുടി ഡ്രസ് ചെയ്യാൻ വേണ്ടി സാധാരണ നാട്ടിൻപുറത്ത് നിന്ന് അത് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്ന വിലയല്ല കുറച്ചിപ്പുറത്ത് ഒരു നഗരപ്രദേശത്ത് വന്ന് വലിയ ഒരു ഷോപ്പിൽ നിന്ന് ചെയ്താൽ നമ്മൾ കൊടുക്കുന്നത്. എന്തിനാണ് ആ വില? സംഗതി നടക്കുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതാണ് ലോകം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വതഫാഖുറുൻ ബൈനകും വതകാസുർ, നിങ്ങൾക്കിടയിലുള്ള പരസ്പരം ദുരഭിമാനം നടിക്കലാകുന്നു. ഈ ദുരഭിമാനമാണ് ഇന്ന് മനുഷ്യനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും സന്താനങ്ങളിലും ധാരാളമായി നിങ്ങൾക്കുണ്ടാകണം എന്നുള്ള അതിയായ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം. ഇതാണ് ഭൗതിക ജീവിതത്തിന്റെ ചിത്രം. പടച്ചവൻ പറഞ്ഞു തരുന്നു ഇതിനെ ഒരു ഉപമയിലൂടെ. കമസലി ഗൈസ്, പെയ്തിറങ്ങിയ ഒരു മഴ പോലെ അതിനെ ഉപമിക്കാം.
അഅജബൽ കുഫാറ നബാതു, ഒരു മഴ പെയ്തപ്പോൾ ആ മഴയിലൂടെ മുളച്ചു പൊങ്ങിയ ചെടികളെ കണ്ടുകൊണ്ട്, സസ്യങ്ങളെ കണ്ടുകൊണ്ട് കർഷകർക്ക് പോലും അതിശയമുണ്ടായി. പക്ഷേ മുളച്ചു വളർന്നു പൊങ്ങുന്ന ഈ ചെടി സുമ്മ യഹീജ്, ആ ചെടി അവസാനം അതിന്റെ നീര് വറ്റിപ്പോകുന്നു. ഫതറാഹു മുസ്ഫറ, നീര് വറ്റിയാൽ ഒരു സസ്യം അത് മഞ്ഞളിച്ചതായി നിനക്ക് കാണാം. സുമ്മ യകൂനു ഹുതാമ, പിന്നീട് അത് ചവറായി തീരുന്നു, വൈക്കോലായി തീരുന്നു. ഇതാണ് ഭൗതിക ജീവിതം. മനുഷ്യരെ, നിങ്ങളുടെയൊക്കെ നീര് വറ്റുന്ന ഒരു കാലമുണ്ട്. നമ്മളൊക്കെ ജീവനുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്, ചോരയും നീരുമുള്ളവരാണ്. സുമ്മ യഹീജ് ഫതറാഹു മുസ്ഫറ, നിങ്ങളൊക്കെ മഞ്ഞളിച്ചു പോകുന്ന ഒരു കാലം, നിങ്ങൾ വൈക്കോൽ തുരുമ്പുകളെ പോലെ ആയി പോകുന്ന ഒരു കാലം. ഭൗതിക ജീവിതത്തിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെയും ഭൗതിക ജീവിതത്തെയും പടച്ച തമ്പുരാൻ ഉപമിച്ചു തരുന്നു. എന്നാൽ വഫിൽ ആഖിറ, പരലോകത്തിൽ നിങ്ങൾ മരിച്ചു ചെല്ലുന്നിടത്ത് നിങ്ങൾക്കുള്ളത് രണ്ട് കാര്യമാണ്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തീരുമാനിക്കാം. അലക്ഷ്യമായി നിങ്ങൾ ഓടരുത്, ലക്ഷ്യം കാണാതെ കിതച്ചു നിൽക്കുന്നവരാകരുത് നിങ്ങൾ. വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, അതികഠിന കഠോരമായ ശിക്ഷയുണ്ട്. ഒന്നാമതായി. രണ്ടാമത് എന്താണ്? വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, പടച്ച തമ്പുരാന്റെ അരികിൽ നിന്നുള്ള പാപമോചനവും അവന്റെ പരിപൂർണ സംതൃപ്തിയും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്ന് തീരുമാനിക്കാം. ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിങ്ങൾ നേടുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന ചരക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. അപ്പൊ ഈ കളിയുടെ ആരവത്തിൽ നമ്മൾ പല കാര്യങ്ങളും വിസ്മരിച്ചു പോകുന്നുണ്ട് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. നമ്മൾ മറന്നു പോവുകയാണ്. പലരും ബോധപൂർവം നമ്മുടെ ചിന്തയെയും നമ്മുടെ ആലോചനയെയും പലതിലേക്കും തിരിച്ചുവിടുകയാണ്. ഇന്ന് വൈകുന്നേരം നാട്ടിലേക്ക് വിളിച്ചപ്പോൾ അവിടുന്ന് ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഞങ്ങളൊരു പ്രകടനത്തിലാണ്. നമ്മുടെ പ്രവർത്തകരാണ്. KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും ഒക്കെ പ്രവർത്തകർ അവർ ഒരു പ്രതിഷേധ റാലി നടത്തുകയാണ്. അവർ ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ മനസ്സ് ലോകത്തെ അറിയിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ ആരവത്തിനിടയിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ചിന്തയുടെ അടിയിലാകി പോകുന്നുണ്ട്. നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാത്ത നമ്മുടെ കത്തെഴുത്തുകൾ പത്രങ്ങളിലും മീഡിയകളിലുമൊക്കെ ഒരാഴ്ചയായി, 1-2 ആഴ്ചയായുള്ള കത്തുകൾ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തിനെ കുറിച്ചാണ് നമ്മെ ചിന്തിപ്പിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് അഭിപ്രായം പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ട സുപ്രധാനമായ പല കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട, ഗൗരവപൂർവം നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കേണ്ട പല കാര്യങ്ങളെയും അശ്രദ്ധമായ സ്ഥാനത്തേക്ക് തള്ളുന്ന വിധത്തിൽ ആണ് കളിയുടെ ആരവം ലോകത്ത്, ഈ ലഅബിന്റെയും ലഹുവിന്റെയും ആരവം ലോകത്ത് ഉയർത്തിവിടപ്പെടുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലതും നമ്മുടെ ചിന്തക്ക് തന്നെ വിഷയീഭവിക്കാതെ പോകുന്നുണ്ട്. ഫലസ്തീനിലെ ഗസയിൽ നിരപരാധികളായ പിഞ്ചുമക്കൾ പിടഞ്ഞു മരിക്കുന്നത് ഒരു മുസ്ലിം മനസ്സാക്ഷിക്ക് വേദനയുണ്ടാക്കാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മെ അസ്വസ്ഥപ്പെടുത്തണം. അതേപോലെ തന്നെ നമ്മുടെ ഉറക്കം കെടുത്തണം. മുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസങ്ങളായി നെഞ്ചേറ്റാൻ ഒരു മുസൽമാന് ഇസ്ലാമിന്റെ പേരിൽ കഴിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ അവന്റെ മനസ്സിൽ സജീവമാകേണ്ടതുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, അവർക്ക് സഹായവുമായി ചെല്ലുന്ന സമാധാന സേനയ്ക്ക് എതിരിലാണ് ജൂതന്മാർ അവരുടെ ആയുധങ്ങളുമേന്തി വരുന്നത്. നിഷ്ഠൂരമായ കൊലയും കൊള്ളിവെപ്പുമാണ് അവർ നടത്തുന്നത്. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കൊന്ന് പാരമ്പര്യമുള്ളവരാണവർ. സമാധാനത്തിന്റെ ദൂതന്മാരായി വന്ന പടച്ച തമ്പുരാന്റെ തിരുദൂതന്മാരെ അറുകൊല നടത്തിയവരാണവർ. അമ്പിയാക്കളുടെ തലകൾ, ശിരസ്സുകൾ താലങ്ങളിൽ വെച്ചുകൊണ്ട്
രാജാക്കന്മാരുടെ മുമ്പിൽ സമ്മാനിച്ച് പരിചയമുള്ളവരാണ് അവർ, ജൂതന്മാർ. അവരാണ് പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് വേണ്ടി, മധ്യപൗരസ്ത്യ ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി സമാധാനത്തിന്റെ ആളുകളായി രംഗത്തിറങ്ങുന്നത്. നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഇതിനെക്കുറിച്ച് എഴുതാൻ, ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു മുസ്ലിം എഴുത്തുകാരന് മനസ്സ് വരാത്ത വിധം. നോക്കൂ നിങ്ങൾ, ഇനി അമേരിക്ക മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയുടെ സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇറാനെതിരിൽ ഐക്യരാഷ്ട്രസമിതി ഇതാ 4ാം വട്ട ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു. തുർക്കിയും ബ്രസീലും അതിനെ എതിർത്തിട്ടുണ്ട്, ലബനാൻ വിട്ടുനിന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ബ്രസീലിനെ അനുമോദിക്കാൻ ആളില്ല. അതിന്റെ പേരിൽ ബ്രസീലിന്റെ പതാക ഏതെങ്കിലും ഒരു മുസ്ലിം ഉയർത്തുന്നില്ലെന്നാണ്. കളിയിലാണ്, വിനോദത്തിലാണ്. ഒരു സത്യത്തെ, ഒരു ധർമ്മത്തെ, ഒരു നന്മയെ, ഒരു നീതിക്ക് പിന്നിൽ നിന്നതിന് വേണ്ടി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള മനോഭാവം, അപ്പൊ നമ്മുടെ മനോഗതികൾ പോലും നമ്മൾ അറിയാതെ തിരിച്ചുവിടപ്പെടുന്ന അവസ്ഥയുണ്ട്. മീഡിയ ഒരു വലിയ സ്വാധീനം ഈ രംഗത്ത് ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും കളികളിലൂടെ, വിനോദങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ മാറ്റി ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ജൂത ലോബി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജൂതന്മാർ, സയനിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്തയെ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിലൂടെ തിളക്കമുള്ളതാക്കി തീർക്കാൻ മുസ്ലിങ്ങളായ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രത്യേകമായി ഉണർത്താനുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് നോക്കൂ, 26 വർഷങ്ങൾക്ക് ശേഷം ഇതാ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന്റെ വിധി പ്രസ്താവിക്കപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയാണത്, 1-2-3 ദിവസങ്ങൾക്ക് മുമ്പാണ്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചോ? മധ്യപ്രദേശിലെ ഭോപ്പാൽ ഒരു പര്യടന വേളയിൽ 5-6 ദിവസം ഭോപ്പാലിൽ ഞങ്ങൾ തങ്ങിയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്, താജുൽ മസാജിദ്. വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. ഭോപ്പാലിന് ഇസ്ലാമികമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മുസ്ലിം നവാബുമാരുടെ ഭരണകേന്ദ്രമായിരുന്ന ഭോപ്പാൽ. മുസ്ലിംകളെമ്പാടുമുണ്ട് അവിടെ, സാധുക്കളായ പാവങ്ങളായ മുസ്ലിംകളുണ്ട്. നോക്ക് നിങ്ങൾ, 26 വർഷം മുമ്പ് യൂണിയൻ കാർബൈഡ് കമ്പനി അതിന്റെ വിഷവാതക ദുരന്തത്തിൽ 10,000 ഈ വിഷവാതകം ശ്വസിച്ചുകൊണ്ട് പിടഞ്ഞ് മരിച്ചപ്പോൾ ഏതൊരു മനുഷ്യ മനസ്സാക്ഷിയെയും ഞെട്ടിപ്പിക്കുന്ന ദാരുണമായ സംഭവമായിരുന്നു അത്. ഹിരോഷിമ, നാഗസാക്കിയിലൊക്കെ ഉണ്ടായതുപോലെ അതിന്റെ ദുരന്തങ്ങളുടെ തുടരൊലികൾ ഇന്നും ആ പ്രദേശങ്ങളിലുണ്ട്. അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പലതും ഞങ്ങൾ ചെന്ന് സന്ദർശിച്ചിട്ടുണ്ട്. ഈ കമ്പനിയുടെ ചുറ്റുവട്ടങ്ങളിലുള്ള സ്ഥലങ്ങൾ, കണ്ണില്ലാത്തവർ, ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അംഗവൈകല്യങ്ങളുള്ളവർ, സംസാരശേഷിയില്ലാത്തവർ. നോക്കൂ, എവിടെ നിന്നാണ് നീതി ലഭിക്കുക? നീതിക്ക് വേണ്ടി കാത്തിരുന്ന, കാതോർത്ത് നിന്ന് അവർക്ക് കിട്ടിയത് എന്താണ്? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. ഇതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ നേരമില്ല. നമ്മുടെ ചിന്ത ഈ വിനോദങ്ങളിലേക്ക്, കളിയിലേക്ക് തിരിച്ചുവിടപ്പെടുകയാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഖുർആൻ ആ നിലക്ക് തന്നെ നമ്മുടെ ചിന്ത ഉണരേണ്ടതുണ്ട് എന്ന നിലക്ക് പറയുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ കുറച്ചൊക്കെ കളി കാണാം. ഈ കായികമായ ആവേശവും അതുപോലെ തന്നെ അതിനുള്ള പ്രേരണയും നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാകാൻ വേണ്ടി കളിക്കുകയും ചെയ്യാം. ഫുട്ബോളൊക്കെ കളിക്കേണ്ട തന്നെയാണല്ലോ. നമുക്കൊരു ടീമുണ്ട്, അത് ജയിച്ചിട്ടില്ലേ? നമുക്കൊരു ടീമുണ്ട്. അപ്പൊ കായിക രംഗത്ത് നമ്മുടെ സംഗതികൾ നിലനിൽക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ വിനോദത്തിന്റെ പേരിൽ, കളിയുടെ പേരിൽ നമ്മൾ നിർവഹിക്കേണ്ട നിർബന്ധമായ ബാധ്യതകൾ ഒരിക്കൽ നമ്മൾ മറന്നുകൂടാ. ഒരുമിച്ച് കുടുംബസമേതം കളി കാണുമ്പോൾ നമസ്കാരത്തിന്റെ സമയമായാൽ നിർത്തിവെക്കാൻ